ക്രിസ്തുവിന്റെ അഭിഷേകം. ക്രിസ്തുവിന്റെ അഭിഷേകം. ആരുടെ അഭിഷേകം? അല്ലേ? ക്രിസ്തുവിന്റെ അഭിഷേകം. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷേകം. പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകം കൊണ്ട് നിറഞ്ഞവൻ, അഭിഷിക്തൻ, ഫുൾ ഓഫ് ദി അനോയിന്റിങ്. അഭിഷിക്തൻ, അഭിഷേകം കൊണ്ട് നിറഞ്ഞവൻ. അപ്പൊ ക്രിസ്തുവിന്റെ അഭിഷേകം. CCC എവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ അഭിഷേകത്തെ പറ്റി. ക്രിസ്തുവിന്റെ അഭിഷേകം. 690. CCC പാരഗ്രാഫ് 690. 690. Okay, take 690. പഠിച്ചോ? കിട്ടിയത് പഠിച്ചോ? 690. യേശുവാണ് ക്രിസ്തു അഭിഷിക്തൻ, എന്തെന്നാൽ ആത്മാവ് അവിടുത്തെ അഭിഷേകമാണ്. ഓക്കെ, യേശുവാണ് ക്രിസ്തു അഭിഷിക്തൻ, എന്തെന്നാൽ ആത്മാവ് അവിടുത്തെ അഭിഷേകമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മൾ ഓരോ നിമിഷവും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും. കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈശോയെ കൂടാതെ. ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശോയെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫിലിപ്പി വേറൊരു ദൈവവചനം പറയുന്നത്, I can do all things through Christ who strengthens me. I can do all things through Christ who strengthens me. മലയാളം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പൊ ഒരു ഭാഗത്ത് പറയുന്നു ഈശോയെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു ഭാഗത്ത് പറയുന്നു ഈശോ ഉണ്ടെങ്കിൽ ഈശോയിലൂടെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തില് in our daily life we should live with Christ. പൗലോസ് എന്താ പറഞ്ഞേ? എനിക്ക് ജീവിതം ജീവിതം ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതം തന്നെ ക്രിസ്തുവാണ്. ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം ക്രിസ്തു, അങ്ങനെയാണോ? ജീവിതത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം ക്രിസ്തു അല്ല, ജീവിതം മുഴുവനും ക്രിസ്തുവും ക്രിസ്തുവിന്റെ അഭിഷേകം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ക്രിസ്തുവിന്റെ അഭിഷേകം എങ്ങനെയാണ് പലതരത്തില് നമ്മിലേക്ക് വരുന്നതും എങ്ങനെയാണ് ഈ ക്രിസ്തുവിന്റെ അഭിഷേകം കൂടെ നമ്മൾ ജീവിക്കേണ്ടത്. പലപ്പോഴും ഈ അഭിഷേകം എന്നുള്ള വാക്ക് ചിലരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിട്ട് അതിന്റെ ശരിക്കും യഥാർത്ഥ മീനിങ് നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലാവുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബഹുമാനത്തോടു കൂടി നോക്കി കാണേണ്ട ഒരു ടേമാണ് അഭിഷേകം. അതായത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരും. ഓക്കെ, ഇനി ക്രിസ്തുവിന്റെ അഭിഷേകം പലതരത്തിൽ വരുന്നു. ഏതൊക്കെ തരത്തിൽ വരുന്നു നമ്മിലേക്ക്? ക്രിസ്തുവിന്റെ കൃപാവര അഭിഷേകം, ക്രിസ്തുവിന്റെ തിരുരക്ത അഭിഷേകം, ക്രിസ്തുവിന്റെ സത്യാഭിഷേകം, പിന്നെന്തൊക്കെയാണ്? ക്രിസ്തുവിന്റെ നീതിയുടെ അഭിഷേകം, ക്രിസ്തുവിന്റെ രക്ഷയുടെ അഭിഷേകം. അപ്പൊ പലതരത്തിലും ഈ അഭിഷേകം നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ അമ്മയുടെ മുലപ്പാല് കുടിച്ച് ജീവിക്കുന്ന ഈ കൊച്ചു കുഞ്ഞിന് അറിയാം അമ്മയ്ക്ക് പാലുണ്ട്, പാല് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. അപ്പൊ കുഞ്ഞി പാല് വലിച്ചു കുടിക്കും. ആര് വഴിയാണ് കൃപയുണ്ടായത്? യേശു ക്രിസ്തു വഴി കൃപയുണ്ടായി. യോഹന്നാൻ ശ്ലീഹാ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ
യേശുക്രിസ്തു വഴി കൃപയുണ്ടായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കൃപ തരികയാണ്. അപ്പൊ നമുക്കറിയാം, ഈ കൊച്ചു കുഞ്ഞിന് അമ്മയുടെ കയ്യിൽ പാലുണ്ട് എന്നറിയുന്നത് പോലെ നമുക്കറിയാൻ പറ്റണം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്നാണ് കൃപ കിട്ടുക. പരിശുദ്ധാത്മാവിൽ ഈ അഭിഷേകം, ഈ കൃപയുണ്ട്, കൃപാഭിഷേകം, കൃപാവര അഭിഷേകമുണ്ട്. നമുക്ക് ഈശോ പറഞ്ഞ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈശോ വഴി ഉണ്ടായ ഈ കൃപ പരിശുദ്ധാത്മാവ് തരുമ്പോ ആ കൃപ സ്വീകരിച്ചാലാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഈശോ തരുന്ന ഈ കൃപാഭിഷേകം എങ്ങനെ വാങ്ങിക്കാം? ഓക്കെ, നമുക്കറിയാം പരിശുദ്ധാത്മാവിലിങ്ങനെ കൃപ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എങ്ങനെ ഈ കൊച്ചു കുഞ്ഞ് പാലിങ്ങനെ വലിച്ചു കുടിക്കുന്ന പോലെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ കൃപ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കുടിക്കണം. ജീവജലത്തിന്റെ അരുവി. ഈശോ പറഞ്ഞു, നിങ്ങൾ അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർക്ക് എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ ആശ്വസിപ്പിക്കാം, നിങ്ങൾക്ക് ഞാൻ ജീവജലം കുടിക്കാൻ തരാം. അപ്പൊ ജീവജലം പരിശുദ്ധാത്മാവിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കുടിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡും ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലർ ഭയങ്കര എക്സ്പേർട്സ് ആണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് കൃപാവര അഭിഷേകം ഇങ്ങനെ വലിച്ചു കുടിച്ച് കൃപയാൽ നിറഞ്ഞിങ്ങനെ നിൽക്കണം. അതോ ഈ ചില ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ അട്ടേനെ കണ്ടില്ലേ, അട്ട, അത് രക്തം കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വലുതാവും അല്ലേ, കൊതുകായാലും അല്ലേ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാഭിഷേകം ഇങ്ങനെ വാങ്ങിച്ച് കുടിച്ചിട്ടോ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കേണ്ടവരാണ് ആര്? ക്രിസ്ത്യാനികള്. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ എന്താ? ക്രിസ്തുവിന്റെ അനുയായികൾ, ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നവരെന്ന് അർത്ഥം. അപ്പോ ക്രിസ്ത്യാനികള് ക്രിസ്തുവിന്റെ അഭിഷേകം വലിച്ചു കുടിച്ച് അതിനാൽ ഇങ്ങനെ നിറഞ്ഞ് ജീവിക്കേണ്ടവരാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പോ ഈ കൃപ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചു കുടിക്കാൻ അറിയാമെങ്കിൽ എല്ലാറ്റിനും നമുക്ക് കൃപ വേണം. നമുക്കൊന്നും കൃപയില്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചില സമയത്ത് നമ്മുടെ ബുദ്ധിയിൽ ഒരു ഐഡിയ ഉദിച്ചു, ഒരു ആശയം ഉദിച്ചു, ഞാനത് ചെയ്യാൻ പോവാ. ചിലപ്പോ അത് ഫ്ലോപ്പാവും. നമ്മുടെ ബുദ്ധി പോലും പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് അതിനൊന്ന് കുടിപ്പിച്ചിട്ട് വേണം ബുദ്ധി പോലും ഉപയോഗിക്കാൻ. അപ്പൊ ഇന്ന് മുതൽ ഇതായിരിക്കട്ടെ എന്ന്, എനിക്ക് കൃപയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൃപ വേണല്ലോ. CCCയില് മരണത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്, മനുഷ്യന്റെ ഭൗമിക മരണം ഈ കൃപയുടെ ഒക്കെ അന്ത്യസമയം കുറിക്കുന്നു. എവിടെയാ പറയുന്നത്? CCC പേജ് നമ്പർ. മരണത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭൂമിയില് മരിക്കുന്ന വരെ ഈ കൃപ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ആ കൃപ നമ്മൾ അധ്വാനിച്ചിട്ട് വേണം ജീവിക്കാൻ. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇന്നൊരു വീക്ക്നെസ് ഉണ്ട്, ഒരു മുള്ളുണ്ട്, ഇതെടുത്ത് മാറ്റോ എന്ന് ദൈവത്തിനോട് ചോദിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നത്, നിനക്ക് എന്റെ കൃപ മതി, എന്റെ കൃപ മതി. ഈ കൃപാവരം നമുക്ക് തന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് ഉപയോഗിക്കാതെ പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഐ എം നോട്ട് ഏബിൾ ടു ഡു ദിസ്, ഐ കാൻ ഡു ദിസ്, ഐ കാൻ ഡു ദാറ്റ്. ചിലരൊക്കെ പറയും, സ്പിരിച്വൽ ലൈഫ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു ലിവ്. നോ, സ്പിരിച്വൽ ലൈഫ് ഈസ് സോ ഈസി ടു ലിവ്. വൈ? കൃപയാൽ